അല്ല ഈ കുട്ടിക്ക് എന്താ ഭ്രാന്താണോ? ഇവൻ ഇപ്പൊ ശരിയാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. ഏയ് കുട്ടി, മര്യാദയ്ക്ക് ആ പേഴ്സിങ് ഇതാ. കുട്ടിന്ന് വിളിക്കരുത്. കുട്ടിയെ പിന്നെ കുട്ടി എന്നല്ലാതെ വേറെ എന്തോ വിളിക്കാനാ? മര്യാദയ്ക്ക് പേഴ്സ് തരാൻ, അല്ലെങ്കിൽ നിന്നെ ഇടിച്ച് പഞ്ചറാക്കും ഞാൻ. ശിവ, എന്റെ പേര് ശിവ എന്നാണ്, മനസ്സിലായോ? ആന്റി, നിങ്ങളുടെ ബാഗ്. താങ്ക് യു ശിവ, നീ ആള് ഭയങ്കര മിടുക്കനാ മോനെ. എന്റെ പരിധിയിൽ മോഷണമോ? ഇൻസ്പെക്ടർ ലട്ടുള്ള സ്ഥലത്ത് മോഷണമോ? എന്റെ പേര് ലട്ടു സിംഗ് എന്നാണ്. ലോകം മുഴുവനും ഞാൻ പ്രശസ്തനാണ്. ഇവിടുന്ന് 50 കിലോമീറ്റർ ഒരുപാട് ദൂരത്തൊക്കെ മോഷ്ടിക്കാൻ വന്ന കള്ളന്മാരോട് അവിടുത്തെ ആൾക്കാർ പറയും മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ ലട്ടു സിംഗ് വരുമെന്ന്. അത് കേട്ടപാടെ കള്ളന്മാർ അപ്പ തന്നെ പമ്പ കടക്കും. വല്ല കാര്യണ്ടായിരുന്നോ ഇങ്ങനെ ഉറക്ക ചവിട്ടാൻ? സാറ് കാരണമാ ഇപ്പൊ ഇവിടെ ഭൂകമ്പം വന്നത്. സർ, അവിടെ നോക്കൂ, അഗ്നിപർവ്വതത്തിൽ നിന്നും പുക വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഭൂകമ്പം വന്നിരിക്കുന്നത്. എന്ത്? അഗ്നിപർവ്വതത്തിന്റെ പുകയോ? എന്റെ സാറേ, സാറിന്റെ പാന്റ് ഊരിപ്പോയി, മറ്റേ ഷെഡിൽ കാണുന്നു. സാറ് വേഗം പാന്റ് ഒന്ന് ഇട്ടേ. അങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇതെന്റെ കീറാത്ത പുതിയ ഷെഡിയാണ്. ഞാൻ വിചാരിച്ചതുപോലെ ചെയ്തില്ലെങ്കിൽ പണി കൊടുക്കും. താൻ എന്തിനാണോ ചിരിച്ചേ? ബോസ് ചിരിച്ചോണ്ടാ ഞാനും ചിരിച്ചേ. ബോസ് എന്തിനാ ചിരിച്ചേ? കുറെ നാളായിട്ട് ഞാനൊരു കാര്യം ആലോചിക്കുക. ആ വേദ നഗരത്തിൽ എന്റെ ആയുധങ്ങളുടെ ഫാക്ടറി എങ്ങനെ തുടങ്ങുമെന്ന്. താൻ ആ അഗ്നിപർവ്വതത്തിൽ നിന്ന് പുക വരുന്നത് കണ്ടില്ലേ? അതിൽ നിന്ന് വരുന്ന ലാഭ കൊണ്ട് ആ നഗരം മുഴുവനും ഞാൻ നശിപ്പിച്ചിരിക്കും. എന്നിട്ട് ആ അണ്ടർഗ്രൗണ്ടിൽ ആയുധങ്ങളുടെ ഫാക്ടറി പടുത്തുയർത്തും. ആ നഗരം നശിപ്പിച്ചത് ഞാനാണെന്ന് എന്നെ ആരും ഒരിക്കലും സംശയിക്കില്ല. ഞാൻ എന്റെ ആഗ്രഹം നടത്തിയിരിക്കും. പക്ഷെ ജോല ബോസ്, ഈ വോൾക്കാനിൽ നിന്നും ലാഭ ഒഴുകില്ലല്ലോ. ആകെ പുക മാത്രമേ വരുള്ളൂ. ഞാൻ ആ വോൾക്കാനയുടെ അകത്ത് പവർഫുള്ളായ ബോംബിട്ട് പൊട്ടിക്കും. അങ്ങനെ അകത്തുള്ളതെല്ലാം കലങ്ങി മറിയും. ലാവ പുറത്തേക്ക് ഒഴുകി വരും. കുയിലുകൾ പാടി പാടി
മയിലുകളാടി 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 ആ, 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 കുയിലുകൾ പാടി, കുയിലുകൾ ഓ പാടി, കറിക്ക് ശരിക്കും ഉപ്പ് പോലും ഇടാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ട് ഇനി പാചകം ചെയ്യാൻ വയ്യ. ഒന്ന് പാടുന്നത് നിർത്തൂ. നിന്റെ പേരാണെങ്കിൽ ഭീം സിംഗ്. ഈ പാട്ട് കേട്ടിട്ട് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? സാരമില്ല, വേറെ ഉണ്ടാക്കാലോ. വേഗം വേഗം നമുക്ക് അകത്തേക്ക് പോവാം. ആ, ആ, ആരാണത്? ഒളിച്ചുപോയതാരാണ്? ശിവോ, നീ എവിടെയോ? എവിടെ നിന്നോണ്ടാ പ്രാക്ടീസ് ചെയ്യുന്നേ? ശിവോ! ഹേയ്, എന്റെ റൂമിലേക്ക് വരുമ്പോ നോക്കിയും കൊണ്ട് വേണം വരാൻ. ഒരുപാട് സാധനങ്ങൾ കാണും, മനസ്സിലായോ? അല്ല, എങ്ങനെ ഇങ്ങനെ തലകിഴന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാനൊരു സ്പെഷ്യൽ ഷൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് എനിക്ക് സീലിംഗിൽ നടക്കാൻ കഴിയും. അടിപൊളി. ഇത് നന്നായിട്ടുണ്ടല്ലോ. ശരി, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഹോംവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ മുത്തച്ഛൻ ഇവിടെ വന്നാലുണ്ടല്ലോ നമ്മൾ പാട്ട് കേട്ട് കുടുങ്ങി പോകും കേട്ടോ. ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അറിയോ? എനിക്ക് പേടിയായിട്ട് വയ്യ. പെട്ടെന്നൊക്കെ താഴെ വീണാലോ? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനേ ഡൽഹിയിലായിരുന്നപ്പോഴുണ്ടല്ലോ ഐഫിൽ ടവറിന്റെ മുകളിൽ കയറി ഇങ്ങനെ മരത്തിലൊക്കെ കയറി ഇരിക്കുന്നേ. നല്ല രസമായിരിക്കും അത്. ഐഫിൽ ടവർ ഡൽഹിയിലല്ല ഉള്ളത്, അത് പാരീസിലാണ് ഉള്ളത്. അല്ല, അവിടെ എന്താ വീണത്? ഇത് ബോംബ് പോലെ തന്നെ ഉണ്ടല്ലോ. ബോംബ് എടുത്തോണ്ട് ഇവരെന്തിനാ വോൾക്കനേക്ക് പോകുന്നത്? എന്താ ചെയ്ത്? വേഗം ബോംബ് എടുക്ക. ആരെങ്കിലും കാണും. എന്നിട്ട് മറച്ചു വെക്കേ. എല്ലാ ബോംബ് വോൾക്കാനയിൽ ഇടേണ്ടതാ. പക്ഷെ ബോംബ് വോൾക്കാനയുടെ അകത്തിട്ടിട്ട് എന്തിനാ പൊട്ടിക്കുന്നേ? ഓ നോ, വോൾക്കനോട് അകത്ത് ബോംബ് ഇട്ടിട്ട് നമ്മളെ നാട് മുഴുവൻ ഇവര് നശിപ്പിക്കാൻ നോക്കാണ്. പോവാം. വേഗം വരൂ. പറയൂ. ഹലോ ഇൻസ്പെക്ടർ സാർ, വോൾക്കനോയിൽ ബോംബ് വയ്ക്കാൻ പോവാണ്. വോൾക്കാനോയില് ബോംബോ? സാർ, ഇപ്പൊ എല്ലാവരും അപകടത്തിലാണ്. സാർ, ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം പ്ലീസ്. ഞാൻ പറയുന്നത് വിശ്വസിക്കണം സാർ. എടാ റാം, ഉടനെ വണ്ടി എടുക്ക്. സാറേ, വണ്ടി നമുക്ക് പിന്നെടുക്കാം. സാറിന്റെ പാന്റ് ഒരു മഞ്ഞ ഷെഡി കാണുന്നു. പാന്റ് വേഗണ്. മനസമാധാനായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഈ വേദ നഗരത്തിനെ ഉണർത്തേണ്ട സമയം അടുത്തിരിക്കുന്നു. വേദാസ് ടിവി ചാനലിലേക്ക് എരിപൊരു ന്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ നാട് നശിപ്പിക്കുന്നതായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട പ്ലാൻ എന്ന് തോന്നുന്നു. ശിവ, അവര് വലിയ ക്രിമിനൽസ് ആണെന്ന് തോന്നുന്നത്. നീ സൂക്ഷിച്ചിരിക്കണേ. ശിവ എവിടെ പോയി? അത് അവിടെ പോകുന്നു. സാർ, ഒന്ന് വേഗം പോണം. അവനെ സഹായിക്കണം.
ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത, ഗുണ്ടകൾ വോൾക്കാനയുടെ അകത്ത് ബോംബിട്ട് പൊട്ടിച്ച് ലാവ ഒഴുക്കാൻ ശ്രമിക്കുകയാണ്. വേദ നഗരത്തെ നശിപ്പിക്കാൻ പോകുന്നു. ദാ നോക്കൂ, ഒരു ചെറിയ കുട്ടിയെ തടയാനായിട്ട് ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവന്റെ പേരാണ് ശിവ. എന്തോ അവിടെ ചെയ്യുന്നത്? നിങ്ങളെ പിന്തുടർന്നൊരു ചെറുക്കം വരുന്നത് കണ്ടില്ലേ? അവൻ എല്ലാ ചാനലുകളിലും ഈ കാര്യം അറിയിച്ചിരിക്കുന്നു, അറിയോ? സ്റ്റാൻലിയാർ ഇവിടെ ഷൂട്ട് ചെയ്യാണ്. മിഷൻ നിർത്തേണ്ടി വരും. ഒരിക്കലും മിഷൻ നിർത്താൻ പാടില്ല. ഞാൻ വിചാരിച്ചതുപോലെ ചെയ്തില്ലെങ്കിൽ പണി കൊടുത്തിരിക്കും. അവനിട്ടൊരു പണി കൊടുത്തേക്ക്. ഓക്കെ ബോസ്, നിങ്ങൾ ചെല്ലേ. ഇത് നമ്മുടെ ശിവയല്ലേ? വേദ നഗരത്തെ രക്ഷിക്കുക എന്നത് മാത്രമാണ് ഇപ്പൊ അവന്റെ ചിന്ത. ഇവന് രക്ഷിക്കാൻ പറ്റുമോ? ശിവയ്ക്കിനി മുന്നോട്ട് വരാൻ കഴിയില്ല, കാരണം അപകടം പിടിച്ച വഴികളാണ്. ഇതാ അവൻ തിരിക്കുന്നു. നീ എവിടേക്കാ കുട്ടി പോണേ? എന്റെ കൈയിന്റെ തരിപ്പ് മാറ്റണം. ഓളിന്ന് ഇറങ്ങി വാ. പിന്നെയും അവനിതാ മുകളിലേക്ക് വരുന്നു. ഭയങ്കര അപകടം പിടിച്ച വഴികളാണ്. അവൻ അതൊന്നും ചിന്തിക്കാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നിർത്ത. ശരിക്കും ബുദ്ധിയില്ലാത്ത ചക്കര. അവൻ എന്താ ചെയ്യുന്നെന്ന് അവന് തന്നെ അറിയുന്നില്ല. ആ ഭാഗത്തേക്ക് ആർക്കും തന്നെ പോകാനേ പറ്റില്ല. ശിവ പോകല്ലേ. സാറേ പാൻറ് ഊരി. ഇത് വല്ലാത്തൊരു അതിശയം തന്നെയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? കുത്തനെയുള്ള പാറയിൽ ആരും തന്നെ സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കുകയില്ല. ബോംബ് നിങ്ങൾ പിന്നെ ഇട്ടാലും മതി. ആദ്യം ആ ശിവയുടെ കഥ കഴിക്ക്. കൊള്ളാം, നമ്മുടെ ശിവ വീണ്ടും വന്നു. ഇനി പെട്ടെന്ന് ആ ബോംബെടുത്ത് അകത്തേക്കിട്. ഇനി നിനക്ക് രക്ഷയില്ല കുട്ടി. ഞങ്ങൾ നിന്നെ അടിച്ച് പരത്തിക്കളയും. എന്താ കാണണോ? എന്നെ കുട്ടീന്ന് വിളിക്കരുത് അങ്ക. കുട്ടിയെ കുട്ടീന്ന് വിളിക്കാതെ പിന്നെ ഞാൻ എന്താ വിളിക്കുക? കുട്ടി.
ആഹാ. ആഹാ. ഇപ്പൊ ശരിയാക്കാം നിന്നെ. ആ, എന്റെ കാല്. എന്റെ അമ്മോ. തല. ശിവ, എന്റെ പേര് ശിവ എന്നാണ്. ഞാൻ വിചാരിച്ചത് നടന്നില്ലെങ്കിൽ പണി കൊടുത്തിരിക്കും മോനെ. അല്ല, നീ ഒരു ചെറിയ കുട്ടിയാണല്ലോ. ചോലാ ബോസേ, അവനെ കുട്ടി എന്ന് വിളിക്കല്ലേ. അങ്ങനെ വിളിച്ചാൽ അവൻ തല്ലും. എടോ, ഞാൻ ഇവനെ കുട്ടീനെ വിളിക്കൂ. കുട്ടി 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 കുട്ടി. എന്നെ കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. അങ്ങനെ വിളിക്കരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞതല്ലേ. പിന്നെ ഞാൻ നിന്നെ എന്താ വിളിക്കേണ്ടത്? ശിവ, എന്റെ പേര് ശിവ എന്നാണ്. ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ എനിക്കും പണി കൊടുത്തിരിക്കും. എന്നാ നീ അങ്ങോട്ട് ചെല്ല്. വോൾക്കാനയുടെ തീ കെടുത്ത്. 15 മിനിറ്റേ ഉള്ളൂ. പോലീസ് അങ്കിൾ, അങ്കിൾ ഇയാളെ നോക്കിക്കോളൂ. ബോംബിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കേ സാർ. ഞാൻ എന്തിനാ ഇപ്പൊ ശിവനെ സാറെന്ന് വിളിക്കുന്നത്? ശിവ ധൈര്യപൂർവമായി വേദനഗരത്തെ രക്ഷിച്ചിരിക്കുന്നു. ശിവ, നീ ഒറ്റൊരുത്തം കാരണമാണ് ഇന്ന് ഈ വേദാനഗരം മുഴുവൻ രക്ഷപ്പെട്ടത്. ഓ, സല്യൂട്ട് ടു യു. ദാ വീണ്ടും